Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനത്തെ കുറിച്ചാണ്. നമ്മുടെ പുതിയ ടോപ്പിക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം. അതായത് നമ്മുടെ ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് എക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ മൂന്ന് സമ്പദ് വ്യവസ്ഥകളിലും എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെൻട്രലി പ്ലാൻഡ് എക്കോണമിയെ കുറിച്ചാണ്. അതായത് സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ ഏതെല്ലാം വിധത്തിലാണ് സാമ്പത്തിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്കാണ്. ഏതാണ് ഫസ്റ്റ് ടോപ്പിക്? അതായത് നമ്മൾ ഇന്നത്തെ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിലെ ഫസ്റ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി അഥവാ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ. The centrally planned economy is also known as socialist economy. Centrally planned economy is also known as socialist economy. Under centrally planned economy, all goods and services are owned and controlled by public sector. The important under centrally planned economy, the important issues like what to produce, how to produce, and for whom to produce are decided by planning authority of the government. The main objective of centrally planned economy is social welfare. Okay, അതായത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി അഥവാ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സെൻട്രലി പ്ലാൻഡ് എക്കോണമി അഥവാ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉടമസ്ഥാവകാശം ഗവൺമെന്റ് അഥവാ പ്ലാനിംഗ് അതോറിറ്റിക്ക് ആയിരിക്കും. അതായത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളായ അല്ലെങ്കിൽ കേന്ദ്ര പ്രശ്നങ്ങളായ ഒരു എക്കോണമിയിലെ കേന്ദ്ര പ്രശ്നങ്ങളായിട്ടുള്ള എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നിവ തീരുമാനിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ഓഫ് പ്ലാനിംഗ് അതോറിറ്റി. ദി മെയിൻ ഒബ്ജക്റ്റീവ് അതായത് നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സാമൂഹ്യ ക്ഷേമമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് എക്കോണമി അഥവാ കമ്പോള സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനെ കുറിച്ച് മാർക്കറ്റ് എക്കോണമി അഥവാ കമ്പോള സമ്പദ് വ്യവസ്ഥ. Under market economy, all goods and services are owned and controlled by private individuals. The main objective of market economy is profit motive. The main and or important issues like what to produce and how to produce and for whom to produce are decided by price mechanism or market mechanism. അതായത് മാർക്കറ്റ് എക്കോണമി അതായത് കമ്പോള സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് കേന്ദ്ര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കമ്പോള സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വില സംവിധാനം അഥവാ കമ്പോള വിദ്യയാണ് എന്നാണ് പറയുന്നത്. വില സംവിധാനത്തിനെയും കമ്പോള സംവിധാനത്തിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഈ കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ ലാഭം നേടുക എന്നതാണ്. ഈ സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് കമ്പോള സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭം നേടുക എന്നതാണ്. കമ്പോള സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം തുടങ്ങിയ കേന്ദ്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആരാണെന്ന് പറയുന്നത് വില സംവിധാനം അഥവാ കമ്പോള വിദ്യ ആണ് എന്നാണ് പറയുന്നത്. ഇനി ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്ക് ഒരു ഉദാഹരണമാണ് അമേരിക്ക. മിക്സഡ് എക്കോണമിയെ കുറിച്ചിട്ടാണ്. മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ്. Mixed economy is an economic system
in which all means of productions are owned and controlled by both the government as well as private sector. Under mixed economy, the important issues like what to produce, how to produce and for whom to produce are decided by both the government as well as price mechanism. Both the planning authority or the price, both the planning authority and the price mechanism. The main objective of mixed economy is social welfare and profit motive. Mixed economy is the mixture of capitalism and socialism. It is a blend of the features of capitalism and socialism. Under mixed economy, all goods and services are owned and controlled by both the government as well as private individual. The main objective of mixed economy is profit motive and social welfare. Under mixed economy, important issues like what to produce, how to produce and for whom to produce are decided by both the planning authority and price mechanism. അതായത് മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ കേന്ദ്ര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മിക്സഡ് എക്കോണമിക്ക് ആദ്യമായി പറയുന്നത് മിക്സഡ് എക്കോണമിക്ക് ഒരു ഉദാഹരണമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും സവിശേഷതകൾ ചേർന്ന സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സവിശേഷതകൾ, നല്ല സവിശേഷതകൾ ചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമിയിൽ നമ്മുടെ കേന്ദ്ര പ്രശ്നങ്ങൾ, നമ്മുടെ ഓരോ എക്കോണമിയുടെയും കേന്ദ്ര പ്രശ്നങ്ങൾ, അതായത് മിക്സഡ് എക്കോണമിയിൽ കേന്ദ്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പ്ലാനിംഗ് അതോറിറ്റിയും അതുപോലെ തന്നെ വില സംവിധാനവും ചേർന്നാണ് എന്ന് പറഞ്ഞു. മിക്സഡ് എക്കോണമിയിൽ പ്രധാനപ്പെട്ട കേന്ദ്ര പ്രശ്നങ്ങളായ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നിവ ചർച്ച ചെയ്യുന്നത് പ്ലാനിംഗ് അതോറിറ്റിയും വില സംവിധാനവും കൂടി ചേർന്നാണ്. മിക്സഡ് എക്കോണമിയിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശം ഗവൺമെന്റിനും അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനും കൂടിയിട്ടാണ്. അതായത് സ്വകാര്യ വ്യക്തികൾക്കും കൂടിയിട്ടാണ്. എല്ലാ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിനും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ വ്യക്തികൾക്കും കൂടിയാണെന്ന് പറയുന്നത്. മിക്സഡ് എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിക്സഡ് എക്കോണമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം നേടലും അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമവുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് 3 എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഫസ്റ്റ് വൺ സെൻട്രലി പ്ലാൻഡ് എക്കോണമി, സെക്കൻഡ് വൺ മാർക്കറ്റ് എക്കോണമി, തേർഡ് വൺ മിക്സഡ് എക്കോണമി. ഈ 3 സമ്പദ് വ്യവസ്ഥകളിലും എങ്ങനെയാണ് കേന്ദ്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് 3 എക്കോണമിയിലും കേന്ദ്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ്. അതായത് മിക്സഡ് എക്കോണമിയിലും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലും സോഷ്യലിസ്റ്റ് എക്കോണമിയിലും കേന്ദ്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിക്സഡ് എക്കോണമിക്ക് ഉദാഹരണം, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്ക് ഉദാഹരണം, പിന്നെ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമി അഥവാ സെൻട്രലി പ്ലാൻഡ് എക്കോണമിക്ക് ഉദാഹരണങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്സ്.